ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബൊറോട്ടയാണ്. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1/4 കപ്പ് പാല്, ഏകദേശം 3/4 കപ്പ് വെള്ളം, 1 മുട്ട, ആവശ്യത്തിനുള്ള എണ്ണയും ഉപ്പും. ഇനി ഇതെങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് നോക്കാം. കുഴച്ചെടുക്കാൻ സൗകര്യത്തിന് ഞാനിവിടെ വലിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, പാല്, മുട്ട, വെള്ളം ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സായ ശേഷം ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. ഈ മാവ് കുഴച്ച് വരുമ്പോൾ കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഇവിടെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇനി ഒരു തുണി നല്ലതുപോലെ നനച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെറിയ ബോൾസാക്കി എടുക്കുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിവിടെ 2.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഈ ടവലൊന്ന് മാറ്റിയിട്ട് ഇത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഈ മാവ് അകത്തോട്ടകത്തോട്ടാക്കി വേണം ഇത് പ്രസ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ബോൾസാക്കി എടുക്കണം. ഇങ്ങനെ എല്ലാം ഉരുളയാക്കി വെച്ച ശേഷം വീണ്ടും തുണി നനച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ പുറത്തിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെച്ചേക്കാം. 15 മിനിറ്റ് കഴിഞ്ഞാണ് ഇത് അടിച്ച് പരത്തിയെടുക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തുണിയൊന്ന് മാറ്റിയിട്ട് ഓരോന്നും പരത്തി അടിച്ച് ചുറ്റിച്ചെടുക്കാം. ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഉരുള എടുത്ത് വെച്ച ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൈയുടെ ഈ വശം കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം. പരത്തിയ ശേഷം ഈ 4 വിരൽ ഇങ്ങനെ എടുക്കുക. ഈ സൈഡ് തള്ളവിരൽ ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ കറക്കി കറക്കി അടിച്ചെടുക്കണം. നമ്മളെ കൈ അതനുസരിച്ച് ഒന്ന് മാറ്റി കൊടുക്കണം.
ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചുറ്റിയെടുക്കാം. ഇത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ പരത്തി അടിച്ച് ചുറ്റിച്ച് വെക്കാം. ഇതിവിടെ എല്ലാം ഞാൻ ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തുന്ന സമയം ഇതിലേക്ക് 2-3 തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോഴും കൈയുടെ പാം കൊണ്ട് തന്നെ ഇത് പരത്താം. ഈ പരത്തിയ മാവ് ചൂടായ പാനിലിട്ടിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കേണ്ടത്. പാൻ ചൂടാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിന് പുറത്തേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന പൊറോട്ടയുടെ മാവും ഇതുപോലെ പരത്തി ചുട്ടെടുക്കാം. മൂന്നാല് പൊറോട്ട നമ്മൾ റെഡിയാവുമ്പോഴേക്ക് നമ്മൾ ഒരുമിച്ചെടുത്ത് വെച്ചിട്ട് സൈഡൊന്ന് അടിച്ച് നല്ല മയം വരുത്തും. മൂന്നാല് പൊറോട്ട ആവുമ്പോഴേക്ക് ചൂടോടുകൂടി ഒരുമിച്ച് തന്നെ ഇതിൻ്റെ സൈഡ് നല്ലതുപോലെ അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുക്കുമ്പോഴേക്ക് ഈ പൊറോട്ടയുടെ ലെയർ കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.